ഷോറൂമിലേക്ക് വരണമെന്ന് ശ്രുതി നിർബന്ധിച്ചെങ്കിലും എനിക്ക് പാർലറിൽ പോകണമെന്ന് പറഞ്ഞ് ശ്രുതിനെ ഒഴിവാക്കുന്നു. തുടർന്ന് മീരേനെ വിളിക്കുന്ന ശ്രുതി സച്ചിയുടെ ഫോൺ എനിക്ക് കിട്ടിയെന്നും നമുക്കിപ്പോൾ തന്നെ ആന്റണീനെ കാണാമെന്നും പറയുന്നു. പിന്നീട് ഫോൺ അന്വേഷിച്ചിട്ട് കിട്ടാതെ വരുന്ന സച്ചി ശരത്ത് അമ്മയുടെ പണം മോഷ്ടിച്ച വീഡിയോ ആ ഫോണിലുണ്ടെന്നും അത് ആരെങ്കിലും കണ്ട പ്രശ്നമാകുമെന്നും ഈച്ചയോട് പറയുന്നു. പിന്നീട് ആന്റണിയുടെ അടുത്തെത്തുന്ന ശ്രുതി സച്ചിയുടെ ഫോൺ എൻ്റെ കയ്യിലുണ്ടെന്നും വീഡിയോ നിനക്ക് തരണമെങ്കിൽ നവീൻ്റെ ശല്യം എന്നേക്കുമായി തീർത്തു തരണമെന്നും ആ നിമിഷം വീഡിയോ നിനക്ക് ഞാൻ തരാമെന്നും ശ്രുതി പറയുമ്പോൾ ആന്റണി ആ ഡിമാൻഡ് അംഗീകരിക്കുന്നു. പിന്നീട് ഈച്ച പറഞ്ഞതനുസരിച്ച് സച്ചി ഫോൺ കാണാതായതിന് പോലീസിൽ പരാതി കൊടുക്കാനായി എത്തുമ്പോൾ SI സച്ചിനെ കളിയാക്കുകയും ഒരു പരാതി എഴുതി കൊടുത്തിട്ട് പോയിക്കൊള്ളാനും പറയുന്നു. ഇതിനിടയിൽ ആന്റണിയുടെ ആളുകൾ നവീൻ്റെ കണ്ണ് കെട്ടി പിടിച്ചുകൊണ്ട് വരുന്നു. ഇത് കാണുന്ന ശ്രുതിയും മീരയും മറഞ്ഞു നിൽക്കുന്നു. ശേഷം ഇനി നിങ്ങൾക്ക് നവീൻ്റെ ശല്യം ഉണ്ടാവില്ലെന്ന് ആന്റണി ഉറപ്പ് കൊടുക്കുന്നതോടെ ശ്രുതി ആന്റണിക്ക് വീഡിയോ കൈമാറുന്നു. തുടർന്ന് വീഡിയോ പുറത്തിറങ്ങിയാൽ അതോടെ ശരത്തിന്റെ ഭാവി തീരുമെന്നും രേവതിനെ അവളുടെ അമ്മായിമ്മ വീട്ടിൽ നിന്ന് നാട്ടി പുറത്താക്കുമെന്നും പറഞ്ഞ് ആന്റണി സന്തോഷിക്കുന്നു. ഇതിനിടയിൽ വീഡിയോ പുറത്തു വന്നാലുള്ള രേവതിയുടെ അവസ്ഥയെപ്പറ്റി ഓർത്ത് വിഷമിക്കുന്ന മീരയോട് ശ്രുതി ദേഷ്യപ്പെടുന്നു. ശേഷം സച്ചിയുടെ ഫോൺ കായലിൽ കളയാനായി ശ്രുതി മീരേനെ ഏൽപ്പിക്കുമ്പോൾ മനസ്സില്ലാ മനസ്സോടെ മീര അത് വാങ്ങുന്നു. പിന്നീട് വീട്ടിലെത്തുന്ന സച്ചി ഫോൺ കിട്ടിയില്ലെന്ന് രേവതിയോടും രവീന്ദ്രനോടും പറഞ്ഞ് സങ്കടപ്പെടുന്നത് കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.